പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മുൻപാകെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാളുകളിൽ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ വർണ്ണിക്കുവാനും വിവരിക്കുവാനും പാട്ടുകാരൻ പറഞ്ഞതുപോലെ നമ്മുടെ നാവുകൾ പോരാ. എത്ര അത്ഭുതങ്ങളാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തത്. ചെറുതും വലുതുമായ വലിയ വിടുതലുകൾ, അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്കും നമുക്ക് നന്ദി പറയാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് മിനി സണ്ണി എന്ന് പറയുന്ന മുംബൈയിലുള്ളതായ കർത്താവിൻ്റെ ദാസിയാണ്. കർത്താവിൻ്റെ ദാസി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ എൻ്റെ TV പ്രോഗ്രാം കണ്ടിട്ട് പ്രാർത്ഥനയ്ക്ക് വിളിക്കുകയും അങ്ങനെ എന്നെ മുംബൈയിലേക്ക് കൊണ്ടുപോവുകയും അവിടെയൊക്കെ ശുശ്രൂഷിപ്പാനൊക്കെ സ്വർഗത്തിലെ ദൈവം എനിക്കിടയാക്കി. ഹല്ലേലൂയ. ഈ നാളുകളിൽ ആമേൻ ഹല്ലേലൂയ, തൻ്റെ ദാസിയുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ കർത്താവ് മറുപടി നൽകി മാനിക്കുവാൻ, അനുഗ്രഹിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. കർത്താവിൻ്റെ എല്ലാ അത്ഭുത പ്രവൃത്തികൾക്കും സ്തോത്രം ചെയ്യാം. തൻ്റെ ദാസി ഈ ദിവസങ്ങളിൽ ഒരു ലോണിനായി ആഗ്രഹിക്കുകയും തനിക്ക് വലിയൊരു കടബാധ്യത തീർക്കുവാനുണ്ട്. ആ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ, തൻ്റെ ജോലി മണ്ഡലങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, തൻ്റെ കുടുംബം, തൻ്റെ തലമുറ ദൈവത്താൽ മാനിക്കപ്പെടുവാനിടയാകേണ്ടതിനായി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തെ ഓർത്ത് എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. എല്ലാവരും സ്തോത്രം ചെയ്യുമ്പോൾ ആ കുടുംബത്തിന് വലിയൊരു അനുഗ്രഹമായി, വലിയൊരു വിടുതലായി തീരുവാനിടയായിത്തീരും. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഒരുമിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ വൻഭാരങ്ങൾ മാറിപ്പോകുവാനിടയായിത്തീരുന്നു. പർവ്വതങ്ങൾ പോലുള്ള വിഷയങ്ങൾ മാറിപ്പോകുവാനിടയാകുന്നു. ഹല്ലേലൂയ. എല്ലാവർക്കും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി ഒരു വചനം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി ദൈവത്തിൻ്റെ അനുസരണത്തിൻ്റെ ദാസന്മാർ തന്നെ. പ്രിയമുള്ളവരെ, നമുക്കറിയാം ദാസന്മാർ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാർ, ക്രിസ്തുവിൻ്റെ ദാസന്മാർ, പുതിയ നിയമത്തിൻ്റെ ദാസന്മാർ, സുവിശേഷത്തിൻ്റെ നീതിയുടെ ദാസന്മാർ എന്നൊക്കെ ആമേൻ ഹല്ലേലൂയ നമുക്ക് വചനം അറിയാം. വചനത്തിൽ നിന്ന് നമുക്കിതെല്ലാം അറിയാം. സ്തോത്രം. എന്നാൽ ആമേൻ നമ്മൾ ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കണം, ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കണം, സുവിശേഷത്തിൻ്റെ ദാസന്മാർ അല്ലെ പുതിയ നിയമത്തിൻ്റെ ദാസന്മാരായിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നമ്മൾ എന്തിനൊക്കെ ദാസന്മാർ ആകരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ആകുന്ന കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ആകാത്തതും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. അതിനെ നമ്മൾ മനസ്സിലാക്കി തരണം ചെയ്യുന്നതാണ് ഒരു ക്രിസ്ത്യാനിയുടെ വിജയകരമായ ജീവിതം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നു, റോമലേഖനത്തിൽ നമ്മൾ വായിച്ചപ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്, പാപത്തിൻ്റെ ദാസന്മാർ നമ്മൾ ആകരുത്. പ്രിയമുള്ളവരെ, പലപ്പോഴും പാവം നമ്മുടെ ആമേൻ ഹല്ലേലൂയ വാതുക്കൽ വന്ന് കിടക്കുക, നമ്മുടെ മുൻപിൽ നിൽക്കുക. കർത്താവും കയ്യിനോട് അതല്ലയോ പറഞ്ഞത്? കയ്യിനെ നീ കോപിക്കുന്നത് എന്തിനാ? പാവം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, നീ അതിനെ ജയിക്കണം, നീ അതിനെ കീഴടക്കണം, നീ അതിനെ തിരിച്ചറിയണം. അപ്പൊ പാവം നമ്മുടെ മുൻപിൽ വരുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി അതിനെ ജയിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ പാവത്തിന്റെ ദാസന്മാരായി തീരുകയല്ല. പാവത്തിന് നമ്മൾ കീഴ്വഴങ്ങി കൊടുത്ത് പാവത്തിനെ ലാളിച്ച് അപ്പോസ്തലനായ യാക്കോബ് പറയുന്നത് പോലെ നമ്മൾ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ മോഹമുണ്ടായി കുറെ നാൾ അതിനെ ലാളിച്ച് അതിനെ നമ്മളങ്ങ് കൊണ്ട് നടന്ന് വളർത്തിയിട്ടാണ് പാപമായി അതിനെ നമ്മൾ ഹല്ലേലൂയ പുറത്തേക്ക് തള്ളുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നമ്മൾ പാപത്തിന്റെ ദാസന്മാരായിരിക്കരുത്, ക്രിസ്തുവിന്റെ അനുസരണത്തിന്റെ ദാസന്മാരായി, ദൈവത്തിന്റെ ദാസന്മാരായി തീരണം. കർത്താവിൻ്റെ വചനം അനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ സാന്നിധ്യം കടന്നു വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് ബോധം വരുത്തി തരും.
പരിശുദ്ധാത്മാവ് വന്ന് നമുക്ക് ബോധം വരുത്തി തന്നില്ല എങ്കിൽ നമുക്ക് പാപം എന്താണെന്ന് നമുക്ക് മനസ്സിലാകില്ല. പാപം എന്താണെന്ന് നമുക്കറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മളിലേക്ക് വരണം. പാപം എന്ന് പറയുമ്പോൾ അതിന്റെ ഹീബ്രു വാക്ക് ഹമാട്ടിയ എന്നാണ്. എന്ന് പറഞ്ഞാൽ ലക്ഷ്യം തെറ്റുക. അപ്പോൾ ലംഘനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുസരിക്കേണ്ടതിനെ അനുസരിക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുന്നത്, ഇതൊക്കെ പാപം എന്ന് പറയുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കൊരു കൃപ തന്ന് പാപം എന്താണെന്നൊരു ബോധം വരുത്തി തന്ന്, ആ ബോധം ഉണ്ടെങ്കിലെല്ലാം നമുക്ക് മാനസാന്തരപ്പെടാൻ പറ്റൂ, അനുദപിക്കാൻ പറ്റൂ. അനുദപിച്ച് ഈ പാപങ്ങളെ നമ്മൾ ഏറ്റുപറഞ്ഞ് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. അല്ലാതെ അതിന് ദാസന്മാരായി തീരുവാനല്ല. പാപത്തെ നമ്മൾ ഉപേക്ഷിക്കണം, വെറുക്കണം. പാപത്തോട് നമ്മൾ ചെറുത്ത് നിൽക്കണം, അതിന് കൂട്ടാളികളാകരുത്. അതേപോലെ തന്നെ ദൈവവചനം ഓർപ്പിക്കുമ്പോൾ അതിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നു എങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾക്ക് കേട്ട ഉപദേശം, ദൈവവചനം, നമ്മൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും കേട്ടപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം വരുത്തി തന്നു. അത് കൊണ്ട് നമ്മൾ മാനസാന്തരപ്പെട്ട് ഹൃദയപൂർവ്വം അതനുസരിച്ച് കൈക്കൊണ്ട്, അനേകർ ഇത് കേട്ടിട്ട് കൈക്കൊള്ളാറില്ല വചനം. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുമെന്നേ, ഇതൊക്കെ ഇങ്ങനെ നടക്കുമെന്നേ, എല്ലാ ലോകത്തിൽ മറ്റെല്ലാ കാര്യങ്ങളും പോലെ ഇതും അങ്ങനെ അങ്ങ് നടക്കുന്ന ഒരു സംഭവമാണ് എന്ന് വെച്ച് പോകുന്നവരുണ്ട്. പക്ഷെ വചനം പറയുന്നു, ഒരുവൻ ദൈവത്തിങ്കിലേക്ക് വരണമെങ്കിൽ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ അവന് വരുവാൻ സാധ്യമല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ക്രിയ ചെയ്യപ്പെട്ടാണ് ഒരു വ്യക്തി പിതാവിങ്കിലേക്ക് വരുന്നത്. ഹൃദയത്തിന്റെ അകത്ത് വലിയൊരു രൂപാന്തരം നടക്കുന്നു. ഒരു മാനസാന്തരം, ഒരനുസരണം, ഒരു തീരുമാനം, അനുതാപം, ഇതെല്ലാം ഹൃദയത്തിനകത്തുണ്ടാകുന്നു. അപ്പോഴാണ് പാപത്തിൽ നിന്ന് ഒരു വിടുതലായി തീർന്ന് നീതിക്ക് ദാസന്മാരായി തീരുന്നു. പാപത്തെ വെറുക്കുമ്പോൾ നീതിക്ക് ദാസന്മാരായി തീരുന്നു. അതേപോലെ തന്നെ ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുയേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരുന്നു. അപ്പോൾ ദുരുപദേശത്തിന്റെ ദാസന്മാർ ആകരുതേ എന്ന് അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദുരുപദേശങ്ങൾ കടന്നു വരാറുണ്ട്. എന്താണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഉദ്ദേശിക്കുന്നത്? പരിച്ഛേദന ഏൽക്കുക എന്നുള്ള ഒരു വിഷയം വന്നപ്പോൾ ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെട്ട് കൃപയിലേക്ക് വന്ന ഒരു വ്യക്തി പിന്നെ പരിച്ഛേദന ഏൽക്കേണ്ട കാര്യമില്ല. പക്ഷേങ്കിൽ പരിച്ഛേദന ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്ന ചിലർ വന്നപ്പോൾ അവരെയാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അപ്പോൾ ദുരുപദേശത്തിന്റെ ദാസന്മാരായി അവർ മാറിയിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞ എന്താണ്? മാനസാന്തര സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, ഇതിലൂടെയാണ് നമുക്ക് ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നത്. നമ്മുടെ അടിസ്ഥാന ഉപദേശങ്ങൾ അപ്രകാരമാണ്. നമുക്ക് പരിച്ഛേദന എന്നൊരു വിഷയമേ ഇല്ല. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവവചനത്തിന് അടിസ്ഥാനപ്പെട്ട വചനത്തിന്റെ ഉപദേശങ്ങളെ മനസ്സിലാക്കി ഹൃദയപൂർവ്വം അതനുസരിച്ച് മുൻപോട്ട് പോകുമ്പോൾ കർത്താവിന്റെ വചനത്തിന്റെ സാക്ഷികളായി ദാസന്മാരായി തീരുവാൻ ഇടയായി തീരുന്നു. ഹല്ലേലൂയ. ഇതനുസരിച്ച ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേക കള്ള സഹോദരന്മാർ വന്ന് നമ്മെ തെറ്റിക്കുവാനായി, നമ്മുടെ വിരുദ് തെറ്റിക്കുവാനായി, നമ്മെ ഹല്ലേലൂയ വഞ്ചിക്കുവാനായി സാത്താൻ ഹൗവായെ ചതിച്ചതുപോലെ
ചതിക്കുവാനായി അനേകര് കടന്നു വരും. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഗലാത്യ ലേഖനത്തിൽ തന്നെ പറയുന്നത്, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പോലെ ഇറങ്ങി വന്ന് ഈ സുവിശേഷത്തിന് വിരോധമായി പറഞ്ഞാൽ വിശ്വസിക്കരുത്. അപ്പോൾ കള്ള സഹോദരന്മാരും അനവധി ദുരുപദേശകന്മാരും ഇറങ്ങും, പല പല ഉപദേശങ്ങൾ കൊണ്ട്, ദുരുപദേശങ്ങൾ കൊണ്ട്. അതിന് ദാസന്മാരായി തീരാതെ നമ്മൾ കർത്താവിൻ്റെ വചനത്തിൻ്റെ സാക്ഷികളായി ദാസന്മാരായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവകരങ്ങളിൽ നമുക്ക് അതിനായി ഏൽപ്പിച്ചു കൊടുക്കാം, കർത്താവിൻ്റെ ദാസന്മാരായി തീരുവാൻ. കള്ള സഹോദരന്മാര് നമ്മളിപ്പോൾ കേട്ടല്ലോ, പൗലോസ് അപ്പോസ്തലനും പറയുന്നുണ്ട്, കൊരിന്ത്യ ലേഖനത്തിൽ താൻ പറയുന്ന കഷ്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അനവധി കഷ്ടങ്ങൾ അനുഭവിച്ചു എന്ന് പറയുമ്പോൾ, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്. പ്രിയമുള്ളവരെ, ആമേൻ, കള്ള സഹോദരന്മാരാലും പലവിധമാകുന്ന എന്ന് പറഞ്ഞാൽ, കള്ള സഹോദരന്മാരെന്ന് പറഞ്ഞാൽ ഈ ദുരുപദേശവും വചനത്തെ കോട്ടിക്കളയുന്നതായ പലവിധമാകുന്ന ഉപദേശങ്ങളൊക്കെ കൈപ്പിടിച്ചുകൊണ്ട് വരുന്നവരെയാണ് കള്ള സഹോദരന്മാരെന്ന് പറയുന്നത്. അവരൊന്നും ആകാതിരിപ്പാൻ വേണ്ടി ദൈവസന്നിധിയിൽ നമ്മൾ കർത്താവിൻ്റെ വചനം അറിഞ്ഞ വചനത്തിന്റെ സാക്ഷികളായി തീരേണ്ടത് ആവശ്യമാണ്. അതേപോലെ തന്നെ ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ കീഴെ അടിമപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ പാരമ്പര്യങ്ങൾക്ക് അടിമപ്പെട്ടിരുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, പെരുന്നാള്, വാവ്, ശബത്ത് ഇതൊക്കെ നോക്കിക്കൊണ്ട് പോകുന്ന അനേക പാരമ്പര്യങ്ങൾ. ഈ പാരമ്പര്യങ്ങൾ ഒന്നും ആമേൻ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്നും നോക്കണ്ട, ഇതിനൊന്നും ദാസന്മാരായിരിക്കരുതെന്നാ. അപ്പോൾ നമ്മൾ ചോദിക്കും, അതൊക്കെ പെരുന്നാളും വാവ് ശബത്തും ഒക്കെ നോക്കിയാൽ എന്താ, ആചരിച്ചാൽ എന്താന്ന് ചോദിച്ചാൽ അതിന് ദാസന്മാരായി തീരുകയാണെന്നാണ് വചനം പറയുന്നത്. നമ്മൾ അതിന്റെ ദാസന്മാരല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരാണ്. ക്രിസ്തുവിന്റെ ദാസന്മാരായി തീരുന്നു. ദൈവത്തിന്റെ വചന ഹൃദയപൂർവ്വം നമ്മൾ അനുസരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ദാസന്മാരായി തീരുവാനാ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ദാസന്മാരായിരിക്കുക. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ അനവധി സംഭവങ്ങൾ നമ്മുടെ വിരുദ്ധ തെറ്റിക്കുവാനായി കടന്നു വരും. അതേപോലെ ഗലാത്യ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ അന്നു നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങൾ അല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധികളായി, വിഗ്രഹങ്ങൾക്ക് ദാസന്മാരായിരുന്നു. ഇന്നോ നമ്മൾ അതിൽ നിന്നെല്ലാം വേർപെട്ട് കർത്താവിന്റെ സന്നിധിയിൽ വന്നപ്പോൾ കർത്താവിന്റെ ദാസന്മാരായി നമ്മൾ മാറി. ഒരിക്കൽ നമ്മൾ വിഗ്രഹങ്ങൾക്ക് ദാസന്മാരായിരുന്നു. വിഗ്രഹങ്ങളെ നമ്മൾ ആരാധിച്ചു പോന്നു, അവയെ നമിച്ചു പോന്നു, നമസ്കരിച്ചു പോന്നു, അവയ്ക്ക് നേർച്ചകൾ ഇട്ടും അവയ്ക്ക് മുന്നിൽ പ്രാർത്ഥിച്ചും നമ്മൾ കരഞ്ഞും ഒക്കെ പോന്നു. പക്ഷേ ഇപ്പോൾ ദൈവത്തിന്റെ തിരുവചനം നമ്മളോട് വ്യക്തമായി പറയുന്നു, എന്നാൽ അന്നു നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇന്നോ ക്രിസ്തുവിന് നിങ്ങൾ അടിമയായി തീർന്നിരിക്കുന്നു. ക്രിസ്തുവിന്റെ അടിമയായി മാറിയിരിക്കുന്നു. ക്രിസ്തുവിന്റെ ദാസനായി തീർന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ദാസൻ എന്നറിയപ്പെടുന്നതല്ലേ നമ്മുടെ ജീവിതത്തിലേറെ അനുഗ്രഹം. കർത്താവിന്റെ ദാസനായി തീരുവാൻ, കർത്താവിന്റെ വചനം അനുസരിക്കുവാൻ, കർത്താവിന്റെ വേല ചെയ്യുവാൻ, കർത്താവിന് വേണ്ടി ഓടുവാൻ, കർത്താവിന് വേണ്ടി അറിയപ്പെടുവാൻ ഒക്കെ സ്വർഗത്തിലെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. നമ്മൾ ഈ വിഗ്രഹങ്ങളുടെ മുൻപിൽ പോയി വിഗ്രഹങ്ങളെ സേവിച്ച് നമ്മുടെ കാലം പോക്കിയത് മതി എന്ന് വെപ്പിന് വചനം പറയുക. അതൊക്കെ അങ്ങനെയൊക്കെ പോയത്. അന്ന് നമ്മൾ ഏതെല്ലാം വിഗ്രഹങ്ങളുടെ പുറകെ പോയി, എവിടെയെല്ലാം പോയി. നമ്മുടെ ജീവിതത്തിൽ അറിവില്ലായ്മയുടെ കാലങ്ങളായിരുന്നു അതൊക്കെയും. അറിവില്ലായ്മയുടെ കാലങ്ങളെ കർത്താവ് ഗണ്യമാക്കുന്നില്ല. ഇപ്പോൾ മാനസാന്തരത്തിനായി കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. പ്രിയമുള്ളവരെ, മാനസാന്തരത്തിനായി നമ്മൾ നമ്മളെ തന്നെ സമർപ്പിച്ചാൽ, എൻ്റെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ ദാസന്മാരായി, കർത്താവിനെ സേവിക്കുന്ന മക്കളായി, കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന മക്കളായി തീരുവാനാ. അതുകൊണ്ട് ഹൃദയപൂർവം കർത്താവിനായി സമർപ്പിച്ചാൽ കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന്
കർത്താവിൻ്റെ മക്കളായി തീരുവാനിടയായിത്തീരും. നമ്മൾ ക്രിസ്തുവിൻ്റെ ദാസന്മാരായി ക്രിസ്തുവിൻ്റെ മക്കളായി തീരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. അതിന്റെ 18-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ, വഴി തെറ്റി നടക്കുന്നവരോട് ഇപ്പോൾ അകന്നു വന്നവരെ ഇവർ വെറും വമ്പ് പറഞ്ഞ് ദുഷ്കാമ പ്രവർത്തികളാൽ കാമഭോഗങ്ങളിൽ കുടുക്കുന്നു. എന്നാൽ 19-ാം വാക്യത്തിൽ പറയുന്നു, തങ്ങൾ തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദാനം ചെയ്യുന്നു. ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, വഴിതെറ്റി നടക്കുന്നവരോട് ഇപ്പോൾ അകന്നു വന്നവരെ ഇവർ വെറും വമ്പ് പറഞ്ഞു പിന്നെയും ദുഷ്കാമ പ്രവർത്തികളാൽ കാമഭോഗങ്ങളിൽ കുടുക്കുന്നു. അപ്പോൾ പാപത്തിലേക്ക് വമ്പ് പറഞ്ഞും കൊണ്ട്, ഫോഷ്ക് പറഞ്ഞും കൊണ്ട്, പൈശാചിക ആത്മാവിനാൽ അവർ വഞ്ചിക്കപ്പെടുന്നു. എന്നാൽ അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, തങ്ങൾ തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു. ഒരിക്കലും അത് പറ്റത്തില്ലല്ലോ. കുരുടന് മറ്റൊരു കുരുടനെ വഴി കാട്ടാൻ പറ്റുമോ? പറ്റില്ല. രണ്ടുപേരും ചെന്ന് കുഴിയിൽ വീഴും. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുന്നു, ഈ പാപത്തിൽ നിന്ന് അകന്ന് അല്ലെങ്കിൽ ദുർനടപ്പിൽ നിന്ന് രക്ഷപ്പെട്ട മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റൊരു വ്യക്തിയെ നേർവഴിക്ക് നടത്തുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് വചനത്തിന്റെ ആ ശക്തി നമ്മിൽ വ്യാപരിക്കണമെങ്കിൽ നാം മാനസാന്തരപ്പെട്ടവരായിരിക്കണം, അനുദമിച്ചവരായിരിക്കണം, വേർപെട്ടവരായിരിക്കണം, പാപത്തോട് നമ്മൾ ഗുഡ് ബൈ പറഞ്ഞവരായിരിക്കണം. പാപത്തിൽ ജീവിച്ചും കൊണ്ട് പിന്നെയും പാപം ചെയ്തുകൊണ്ട് പാപത്തിന് അടിമയായിരുന്നു കൊണ്ട് മറ്റുള്ളവരെ കൃപയിലേക്ക് നയിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല എന്ന് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. ഒരിക്കലും നടക്കില്ല ആ കാര്യം. ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ അനേകരെ നമുക്ക് അങ്ങനെ കാണാം. ജീവിതത്തിൽ വിശുദ്ധിയില്ലാതെ, ജീവിതത്തിൽ വേർപാടില്ലാതെ, ജീവിതത്തിൽ ദൈവവുമായിട്ടൊരു ബന്ധമില്ലാതെ മറ്റുള്ളവരെ നന്നാക്കുന്നവരായി ചിലരെ കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഒരിക്കലും അത് സാധ്യമല്ല എന്നാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. നാം തന്നെ ആദ്യമേ മാനസാന്തരപ്പെടുക, നാം അനുദമിക്കുക, നാം നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിനായി സമർപ്പിക്കുക, വിശുദ്ധിക്കായി നമ്മെ തന്നെ സമർപ്പിക്കുക. റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ മനസ്സ് പുതുക്കി നാം രൂപാന്തരപ്പെടുക, വിശുദ്ധ ജീവിതത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കുക. എങ്കിൽ മാത്രമേ മറ്റൊരു വ്യക്തിയെ നമുക്ക് വിശുദ്ധിയിലേക്ക് നയിക്കാൻ പറ്റത്തുള്ളൂ. മറ്റൊരു വ്യക്തിയെ നല്ല വഴി കാണിച്ചു കൊടുക്കാൻ പറ്റുകയുള്ളൂ. മറ്റൊരു വ്യക്തിക്ക് വാഗ്ദത്തം ചെയ്യാൻ പറ്റുകയുള്ളൂ ക്രിസ്തുവിൻ്റെ കൃപയുടെ അവകാശിയായി തീരേണ്ടതിന്. പ്രിയമുള്ളവരെ, വചനം പിന്നെയും പറയുന്നു, 20-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ. കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ, വചനത്താൽ, കൃപയാൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായി പോയി. പ്രിയമുള്ളവരെ, വചനം പറയുന്നു, ഒരിക്കൽ നമ്മൾ മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ചിട്ട് പഴയതിലേക്ക് പോയാൽ, അങ്ങനെ പോയാൽ നമ്മുടെ സ്ഥിതി വലിയ മോശമായി, വലിയ ഒരു ഭാരത്തിലായി തീരുവാനിടയായി തീരും. പിന്നെ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. പത്രോസ് അപ്പോസ്തലൻ 21-ാം വാക്യത്തിൽ പറയുന്നത്, എന്നാൽ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നും ഉള്ള സത്യമായ പഴഞ്ചൊല്ലു പോലെ അവർക്ക് സംഭവിച്ചു. സ്വന്തം ഛർദിയിലേക്ക് തിരിയുന്ന നായ് ഛർദിച്ചിട്ട് അത് തന്നെ തിരിഞ്ഞു നിന്ന് അതങ്ങ് തിന്നും. അതാണ് പാപത്തിലേക്ക് വീണ്ടും തിരിയുന്ന വ്യക്തിയെ കുറിച്ച്. അതൊരു പഴഞ്ചൊല്ല, പക്ഷെ അതേപോലെ തന്നെ ആണെന്ന് അപ്പോസ്തലനായ പത്രോസ് ഓർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, എത്രയോ പേര്
കർത്താവിന് വേണ്ടി തങ്ങളുടെ പാത്രത്തെ അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചിട്ട് വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഈ ലോകത്തിൻ്റെ മാലിന്യത്തിൽ, ഈ ലോകത്തിൻ്റെ പാപത്തിൽ കുടുങ്ങി വീണ്ടും അടിമപ്പെട്ടു പോയവരുണ്ട്. അവരെയൊക്കെ നോക്കിയിട്ട് അപ്പസ്തലനായ പത്രോസ് പറയുക, സ്വന്തം ഛർദിയിലേക്ക് തിരിഞ്ഞ നായി പോലെയാകുന്നു. പിന്നെയും പറയുന്ന ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെ കുളിപ്പിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. കാരണം അതിനിഷ്ടം എന്ത് തന്നെയാണ്? ആ ചെളിയിൽ കിടന്ന് ഉരുളുന്നത് തന്നെയാണ്. അപ്പോൾ കർത്താവിൻ്റെ വചനം കേട്ട് ശുദ്ധീകരണം പ്രാപിച്ച വ്യക്തി, കഴുകൽ പ്രാപിച്ച വ്യക്തി, വചനത്താലും പരിശുദ്ധാത്മാവിനാലും ക്രിസ്തുയേശുവിൻ്റെ തിരുരക്തത്താലും കഴുകൽ പ്രാപിച്ച വ്യക്തി, ശുദ്ധീകരണം പ്രാപിച്ച വ്യക്തി, ജീവിതത്തെ ക്രമീകരിച്ച വ്യക്തി പിന്നെയും ലോകത്തിന്റെ മാലിന്യത്തിലേക്ക് തിരിഞ്ഞാൽ പരിശുദ്ധാത്മാവിവിടെ ഓർപ്പിക്കുകയാണ്, കുളിച്ചിട്ട് ചെളിയിലേക്ക് തിരിഞ്ഞുരുളുന്ന പന്നിയെ പോലെ അത്രേ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് ആഹ്വാനം ചെയ്യുക, നമ്മൾ ഒരിക്കലും പാപത്തിന് ദാസന്മാരായി തീരാതെ ദുർനടപ്പ് വിട്ട് ഓടാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. പാപം വിട്ട് നമ്മൾ ഓടുക. ലോകത്തിൻ്റെ മോഹങ്ങൾ, കാമമോഹങ്ങൾ, ദുർനടപ്പ്, ഇതൊക്കെ വിട്ടോടാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും പാപത്തിന് ദാസന്മാരായി തീരുന്ന പലരും പല കൂട്ടുകെട്ടുകളിൽപ്പെട്ട്, കാരണം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ദൈവജനം അവർ വിശുദ്ധിക്കും വേർപാടിനും തങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ പിന്നീട് അതേ പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളുമായി കൂട്ടുകൂടാൻ പാടില്ല. കാരണം അങ്ങനെയുള്ള കൂട്ടുകാർ അവരെ പിന്നെയും ആ പാപത്തിലേക്ക് തന്നെ നയിക്കുവാനിടയായിത്തീരും. ഒരിക്കലും നമുക്കത് പാടില്ല. ജീവിതത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ മാനപാത്രങ്ങളായി തീരുവാനാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുകയാ, നമ്മൾ ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും സുവിശേഷത്തിൻ്റെയും നീതിയുടെയും ദാസന്മാരായി തീരണം. നമ്മൾ ക്രിസ്തുവിനായി ദാസനായി കർത്താവിൻ്റെ ദാസൻ എന്നറിയപ്പെടുവാൻ നമ്മളെക്കുറിച്ച്, കർത്താവിൻ്റെ ദാസി എന്നറിയപ്പെടുവാൻ നമ്മളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ കേട്ട വചനത്തിന് മുൻപിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വചനത്താൽ, പരിശുദ്ധാത്മാവിനാൽ, കർത്താവിൻ്റെ രക്തത്താൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഉറപ്പോടെ തീരുമാനത്തോടെ നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, കേൾക്കപ്പെട്ട വചനം കർത്താവേ ഓരോ വ്യക്തി ജീവിതങ്ങളിലും വലിയൊരു മാനസാന്തരത്തിന്, തീരുമാനത്തിന് കർത്താവ് ഇടയാക്കണമേ. ശുദ്ധീകരണം പ്രാപിക്കുവാൻ, കർത്താവിൻ്റെ ദാസന്മാരായി തീരുവാൻ, കർത്താവിൻ്റെ വേലക്കാരായി തീരുവാൻ, കർത്താവിനെ സാക്ഷിക്കുന്നവരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളുടെ മേലും കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത മുംബൈയിലുള്ളതായ മിനിസണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസിയെയും കുടുംബത്തെയും ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മേൽ എത്രയും വേഗത്തിൽ കർത്താവിൻ്റെ മറുപടി ലഭിക്കുവാൻ സ്വർഗമിടയാക്കണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യുമെന്ന ദൈവത്തിൻ്റെ വചനമായിരിക്കാൽ തൻ്റെ ദാസിയുടെ ജീവിതത്തിലെ ദിവസങ്ങളിൽ മറുപടി പ്രാപിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തൻ്റെ ദാസിയെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗം അനുഗ്രഹിച്ചിരിക്കയാൽ സ്തോത്രം, അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കയാൽ സ്തോത്രം, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.
പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ പ്രിയ സ്നേഹിതർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ അറിയിക്കുക. അതേപോലെ നിങ്ങൾ ഈ പ്രോഗ്രാം യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ കാണുമ്പോൾ മറ്റുള്ളവർക്കത് ഷെയർ ചെയ്യുക, മറ്റുള്ളവരോടും അറിയിക്കുക. അനേകർക്ക് വിടുതലും അനുഗ്രഹവുമായി തീരട്ടെ. സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.